വരുമ്പോൾ ഇന്ദിരാ ഭവനിലെ കൂടോത്രത്തിൽ പരാതിയില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. പാർട്ടി ആസ്ഥാനത്ത് കൂടോത്രം വെച്ചതിനെപ്പറ്റി അറിയാത്തതിനാൽ പരാതിയും ഇല്ല എന്ന് ഇന്ദിരാ ഭവൻ ജീവനക്കാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എഫ്ഐആർ ഇടുന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. കോൺഗ്രസിന്റെ പരാതി ലഭിച്ചാലേ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളൂ എന്നാണ് പോലീസിന്റെ നിലപാട്. കേരള കോൺഗ്രസ് നേതാവാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. ഔദ്യോഗികമായി അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് നേതാവല്ല നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹാഫിസാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിയമമില്ല, വകുപ്പുകളില്ല, അതോടൊപ്പം തന്നെ പരാതിയുമില്ല എന്നതുകൊണ്ട് തന്നെ അന്വേഷണം അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് പോലീസിന്. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്ന തർക്കങ്ങൾക്ക് ഇടയിലായിരുന്നു ഇത്തരമൊരു വലിയ വിവാദമുണ്ടായത്. അതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ കണ്ണൂർ നടാലിലുള്ള വസതിയിൽ ഈ കൂടോത്രം വെച്ചിരിക്കുന്നതായും അത് കണ്ടെത്തുന്നതുമായി സാഹചര്യമുണ്ടായത്. അതേ പശ്ചാത്തലം തന്നെ KPCC ഓഫീസിലും പേട്ടയിൽ അദ്ദേഹം മുമ്പ് താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നുമെല്ലാം സമാനമായ തരത്തിൽ കൂടോത്രം കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ ഒരു പരാതി നൽകാൻ KPCC അധ്യക്ഷനോ അദ്ദേഹത്തോടൊപ്പം അന്നുണ്ടായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ MPയോ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹാഫിസ് ഈ പരാതിയുമായി മ്യൂസിയം പോലീസിനെ സമീപിക്കുന്നത്. മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് KPCCയിലെ ജീവനക്കാരോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയത്. തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അറിയാത്ത കാര്യത്തെക്കുറിച്ച് പരാതിയില്ലെന്നുമാണ് KPCC ആസ്ഥാനത്തെ ഓഫീസ് സ്റ്റാഫ് മ്യൂസിയം പോലീസിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തി ഭാരതീയ ന്യായ സംഹിത അതിന് രൂപം നൽകിയതിനു ശേഷം 14 ദിവസത്തെ ഇടവേളയുണ്ട് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കേസുകളിലടക്കം നിയമോപദേശം തേടുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രം FIR രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊരു നിഗമനമാണ് സാധാരണ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലും നിയമോപദേശം തേടിയ ശേഷം എല്ലാ വിശദമായ വഴികളിലും അന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് മ്യൂസിയം പോലീസ് എത്തിച്ചേർന്നത്. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ പരാതി നൽകിയാൽ മാത്രമേ അതിൽ കേസെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കടന്നു കയറിയതിന് അദ്ദേഹത്തിന് പരാതിയില്ല എങ്കിൽ മറ്റാർക്കും അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് നേതാവ് ഹാഫിസിന്റെ പരാതിയിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതിൽ പോലീസിനുള്ളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. എന്തായാലും KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇനി അങ്ങോട്ട് ശ്രമം ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിൽ KPCC അധ്യക്ഷൻ പരാതിയില്ല എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ മ്യൂസിയം പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ്, FIR രജിസ്റ്റർ ചെയ്യാതെ ഈ പരാതി അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അഭിനവ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ ഡാൻ കുര്യൻ നൽകിയത്. നേരത്തെ പരാതി നൽകിയിരുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ആണ് എച്ച് ഹാഫി.